ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ബിജുവേട്ടനോട് പറഞ്ഞില്ലേ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്താൽ സുഡാപ്പികൾ അതിനെതിരെ ചെയ്യുമെന്നുള്ളത്. കാരണം എന്നോട് പണ്ട് ഒരു വ്യക്തി, ഒരു നിരീക്ഷകൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മോദി തുടർന്നു പോകും, അദ്ദേഹത്തെ താഴെ ഇറക്കുക എന്നുള്ളത് ആക്ച്വലി നടക്കുന്ന കാര്യമല്ല. ഒരു ബാലികേറാ മലയാണെന്ന് പോലും പറഞ്ഞില്ല, അവിടെ പോലും നമുക്കൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നടക്കുന്ന കാര്യമല്ല. ഇനി ഇത് നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കണം. അതിലൊന്ന്, രാജ്യത്ത് വലിയൊരു യുദ്ധം വന്ന ആ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ദയനീയമായി പരാജയപ്പെടണം, ഇല്ലെങ്കിൽ കൊടും പട്ടിണി നമ്മുടെ രാജ്യത്തെ ഗ്രസിക്കണം. ഇല്ലാതെ ഇത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഫോറക്സ് റിസർവ് ഒക്കെ അവസാനിക്കാൻ പോകുന്നു, നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി ഒരു സൂചന നൽകുന്നു. ഇപ്പോഴും എന്റെ മനസ്സിലെ എന്റെ തോട്ട് എന്താ അറിയോ ചേട്ടാ, യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി വരുന്നില്ല, പക്ഷേ ഈ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. തിട്ടമുട്ട എത്തുമ്പോൾ അത് പറയാതെ അത് വരാതിരിക്കാൻ ഒരു ദർശനമായിട്ട് പ്രധാനമന്ത്രി ഇപ്പോഴേ അങ്ങ് പറഞ്ഞു എന്നാണ് ഞാൻ ബേസിക്കലി വിചാരിക്കുന്നത്. ഇനി പ്രതിസന്ധി വരണമെങ്കിൽ ഇനിയും ഒരുപാട് നാളുകൾ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സുഡാപ്പികൾ ഇപ്പൊ കൊണ്ടളവിയിട്ടുണ്ട്. അവർക്കിപ്പോ സ്വർണം മേടിക്കണം, അവർക്കിപ്പോ സ്വർണം മേടിച്ചേ പറ്റത്തുള്ളൂ. അവർക്ക് ഒരു രക്ഷയില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് സ്വർണം മേടിക്കേണ്ട എന്ന് പറയാൻ ഈ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. പിന്നെ അവരുടെ അടുത്ത വളരെ ഒരു വിഷമമാണ്, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കും എന്ന് ചില മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോ പെട്രോൾ വർദ്ധിപ്പിക്കുവോ എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. ഇതുവരെ വർദ്ധിച്ചിട്ടില്ല. ലോകത്തെല്ലായിടത്തും എന്തിനു പറയുന്നു, UAE-ലും സൗദി അറേബ്യയിലും ചൈനയിലും അമേരിക്കയിലും പോലും പെട്രോൾ വില വർദ്ധിച്ചു. 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തും പെട്രോൾ വില, ഇപ്പോഴും UP-യിലെ പെട്രോൾ വിലയൊക്കെ എടുത്ത് നോക്കിയാൽ 92, 94 നിൽക്കുകയാണ്. കേരളത്തിലെ 107, തിരുവനന്തപുരത്തൊക്കെ 107. അതിന്റെ ഭൂരിഭാഗം ടാക്സും പോകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇനി പെട്രോൾ വില 5 രൂപ വരെ കൂട്ടിയേക്കാം എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് സ്വർണം മേടിക്കരുത് എന്ന് പറഞ്ഞതിന് പിന്നാലെ ഈ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ ബൈറ്റ് കാണാം. ഈ സ്വർണ്ണക്കട മുതലാളിമാരൊക്കെ ലിറ്ററലി കരയുകയാണ്. അവര് പറയുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഒരു പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും ആ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ രാജ്യത്തിനകത്ത് ഇന്ന് സാധനങ്ങൾ മേടിക്കൂ എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ GDP-യുടെ വളർച്ച നമ്മൾ കണ്ടതാണ്. അന്ന് രാജ്യത്തിനകത്ത് ഓഫറുകൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഇട്ട് നമ്മൾ എന്തോരം അത് ദീർഘമായിട്ട് എന്തോരം എപ്പിസോഡ് ചർച്ച ചെയ്തു ആ കാര്യങ്ങളൊക്കെ. അപ്പൊ മോദി എന്ത് പറയും, നോട്ട് നിരോധനം തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണിത്. അപ്പൊ മോദിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോ ഇവർക്ക് അടിക്കാനുള്ള ഒരു വടി കിട്ടിയിരിക്കുന്നത്, നമ്മളോട് വിദേശയാത്ര നടത്തരുത് എന്ന് പറഞ്ഞിട്ട് മോദി ഇതാ 5 രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവാണ്. എന്തുകൊണ്ട് ഇയാൾക്കിത് ഈ ഡിജിറ്റൽ കോൺഫറൻസിങ്ങിലൂടെ ഈ സാധനങ്ങൾ നടത്തിക്കൂടെ എന്നൊക്കെ അവർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗതി? കഴിഞ്ഞ ദിവസം ജനങ്ങൾ പാനിക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹോട്ടലുകളൊക്കെ ചായക്കൊക്കെ 5 രൂപ 6 രൂപ തോന്നിയപടിയൊക്കെയാണ് കൂട്ടുന്നത്. ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത് കൃത്യമായിട്ടാണ്. പക്ഷെ ഹോട്ടലുകൾ വില, ഒരു ഹോട്ടലിൽ ചെന്ന് ചോദിച്ചാൽ 12 രൂപ, ഒരു ഹോട്ടലിൽ ചെന്ന് ചോദിച്ചാൽ 15 രൂപ, വേറൊരു ഹോട്ടലിൽ പോയി ചോദിച്ചാൽ 18 രൂപ. ഇങ്ങനെയൊക്കെയാണ് ചായക്കൊക്കെ വില കൂട്ടുന്നത്. അപ്പൊ ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നടപടികൾ? നമ്മൾ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യും ഈ സാധനത്തിനെ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ്. കാരണം നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വരവ് വളരെയധികം കുറഞ്ഞു തുടങ്ങിയായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ പല സ്ഥലത്തു നിന്നുള്ള എണ്ണ വരുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മറ്റുള്ള കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 10 ഇരട്ടി വർദ്ധിച്ചു. ഈ ഷിപ്പ് വരണമല്ലോ എണ്ണയും കൊണ്ട്. ആ ഷിപ്പുകളുടെ ചാർജ് 10 ഇരട്ടിയും ഇൻഷുറൻസ് തുക 5 ഇരട്ടിയും വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കൊണ്ടിരുന്ന ഇപ്പോൾ തന്നെ ഇന്റർനാഷണൽ റേറ്റ് ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന് $120 US ഡോളറാണ്. ആ 120 പ്ലസ് ഈ കൊണ്ടിരുന്ന ചരക്ക് കൂലി, അത് 10 ഇരട്ടി എന്ന് പറയുമ്പോൾ നേരത്തെ 1 രൂപയായിരുന്നു 10 രൂപയായി. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ബാരലിന്റെ പുറത്ത് 120 പ്ലസ് 10, ഇൻഷുറൻസ് 5 ഇരട്ടി. ഓക്കെ, 1 രൂപ കൂട്ടിക്കോ, 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 രൂപ ആകത്തില്ലേ? 15 രൂപ അവിടെ തന്നെ കൂടി. അപ്പൊ എത്രയായി? 120 10 135 രൂപയായി. അതിവിടെ എത്തുന്ന വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി പ്രോസസ്സിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ കുറഞ്ഞത് എത്ര രൂപ വരും? ഒരു 145 രൂപ മിനിമം ഒരു ബാരലിന്റെ പുറത്ത് വരുന്നുണ്ട്. ആ ഒരു ഇത് അപ്പം ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്, അല്ല കണക്കല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇന്നലെ നമ്മൾ കേട്ട വർദ്ധിപ്പിക്കുന്ന ന്യൂസിന്റെ മേളത് കൊടുത്തിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും എണ്ണ തീരുകയാണ്.
അവര് മൊത്തത്തിൽ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. കാരണം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന എണ്ണകളെല്ലാം തീർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ പ്രധാനമന്ത്രി നമ്മുടെ കഴിഞ്ഞ 48 മണിക്കൂറുകളിൽ 3 യോഗത്തിലാണ് ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നത് അദ്ദേഹം. 1 ഹൈദരാബാദ്, 2 ഡൽഹി, 3 മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് ഓൺലൈനായിട്ടുള്ള പഠനം തുടങ്ങുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ പ്രതിസന്ധി ഒരു വല്ലാത്ത പ്രതിസന്ധി. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ട്രിക്കൽ വാഹനത്തിലേക്ക് നിങ്ങൾ മാറും എത്രയും പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇന്ത്യ എത്ര ദീർഘവീക്ഷണമുള്ള രാജ്യമാണെന്ന് പറയുന്നതിന് കാരണം കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാനും ധനുഷുവിന്റെ വീട്ടിൽ ചർച്ച ചെയ്ത ശ്രീമാൻ നിതിൻ ഗഡ്കരി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത 6 മാസം കൂടിയ പെട്രോൾ ഡീസൽ വണ്ടികൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ഞാൻ വാഹന കമ്പനികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഹൈബ്രിഡിലേക്ക് മാറ്റുക, അതായത് ഈ പെട്രോളും മോട്ടറും കറണ്ടും കൊണ്ടുപോടുന്ന വണ്ടി ഹൈബ്രിഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ CNG ആക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ ആക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആക്കാം. ഇനി പെട്രോളും ഡീസലും 6 മാസം കൂടെ കമ്പനിക്ക് ഇറക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2027 വരുമ്പോഴത്തേക്ക് പൊല്യൂഷന്റെ അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ മാറ്റത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി, 2027 പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ്, 0% പൊല്യൂഷൻസിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനികൾക്ക് ഓട്ടോമാറ്റിക്കായി ഡീസലും പെട്രോളും ഉപയോഗിക്കാനേ പറ്റില്ല. ഇലക്ട്രിക്കൽ പോലും പൊല്യൂഷൻസ് വരുത്തി വെക്കുന്നതാണ്. ഇലക്ട്രിക്കൽ എങ്ങാണ്ട് കുറച്ച് വർഷങ്ങൾ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ സീറോയും വരില്ല, കുറഞ്ഞ ശതമാനം പൊല്യൂഷനിലേക്ക് എത്തത്തുള്ളൂ, ആ പൊല്യൂഷൻ പ്രവർത്തിക്കുന്നതിന് എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് അന്നേ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ കമ്പനികൾ ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടേ പറ്റൂ. നാട്ടിൽ വണ്ടികളൊന്നും ഓടണ്ടേ? ഇപ്പൊ തന്നെ നമുക്കറിയാം, പുക പരിശോധന നമ്മൾ അടച്ചില്ലെന്നുണ്ടെങ്കിൽ പോലീസ് ഓടിച്ചിട്ട് പിടിക്കും നമ്മളെ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും വണ്ടി എടുക്കും? ഇല്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ചൈനീസ് കമ്പനികൾക്ക് തുറന്നു കൊടുത്തുള്ളൂ. ചെറിയുടെ കമ്പനി ഇപ്പൊ വരുന്നുണ്ട്, ജെറ്റോർ എന്ന് പറഞ്ഞൊരു വണ്ടി ഇപ്പൊ വരുന്നുണ്ട്. JSW എന്ന് പറഞ്ഞ ഈ സിമെന്റും കമ്പിയും മെറ്റലും ഒക്കെ വിറ്റോണ്ടിരുന്ന ഒരു വലിയ വൻകിട വലിയ ഒരു കോർപ്പറേറ്റ് ആണ് നമ്മുടെ JSW എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ. അവരിപ്പോ MGയുടെ പകുതി ഷെയർ അവരെടുത്തു. MG അവിടെ ചൈനയാണ്, അവരുടെ പകുതി ഷെയർ എടുത്തിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ ഇതാ BYD ഒക്കെ ഇപ്പൊ അവരുടേതാണ്. കാരണം അവർ പകുതി ഷെയർ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സേഫ് ആകാൻ വേണ്ടി. നാളെ ചൈനക്കാരോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോകാൻ പറ്റത്തില്ല, കാരണം ഇന്ത്യക്കാരനുണ്ട് അത് പകുതി. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റില്ല, അത് എടുത്തിരിക്കുന്നു. ഇപ്പൊ ജെറ്റോർ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ബ്രാൻഡിൽ തന്നെ വരികയാണ് JSW, അവരുടെ വാഹനങ്ങൾ വരുന്നു. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ വലിയതായിട്ട് മുട കാണിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട, ചൈനക്കാരെ ഞങ്ങൾ പതുക്കെ ഇറക്കി തുടങ്ങിയെന്ന്. ചൈനക്കാരെ ഇറക്കി തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവന്മാർക്ക് ചൈനയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ജെറ്റോർ അടക്കം ഇന്ത്യൻ കമ്പനിയാണ്. അവര് മഹാരാഷ്ട്രയില് നാഗപ്പൂരിനടുത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പ്ലാന്റ്. അവിടുന്ന് അവർ 14,000 കോടി ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ അവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാണ്, ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. ഈ രീതിയിലേക്ക് വന്നു. കാരണം നമുക്കത് മാറാതിരിക്കാൻ കഴിയില്ല. അമേരിക്ക പോലും എന്നേ മാറി. 55% അവര് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോൾ ഡീസലും അല്ല, ഇലക്ട്രിക്കലുണ്ട്, ഗ്യാസ് ഷെല്ലുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഇന്ധനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും മാറിക്കണം, നമ്മളും അതിനനുസരിച്ച് മാറിയേ പറ്റും. എന്നും ഇനിയിപ്പോ യുദ്ധമൊന്നും ഇല്ലാന്ന് കരുതുക, എന്നും നമുക്ക് എണ്ണ കിട്ടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സൗദി അറേബ്യയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് മേഖലകളിലേക്ക് തിരിയുന്നത്, ബിസിനസ് മേഖലയിൽ തിരിയുന്നു? സൗദിയിൽ എന്തുകൊണ്ടാണ് സിനിമാ തിയേറ്ററും പാർക്കും വന്നത്? കാരണം അവർക്ക് വിദേശികളെ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് ബിസിനസ്സുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. കാരണം ഈ എണ്ണ അധികം നാൾ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായി ഇത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവരാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്, അത് തീർന്നു തുടങ്ങുന്നു. അവരുടെ കണക്കൂട്ടിലൊക്കെ തന്നെ പല രാജ്യങ്ങളും കണക്കൂട്ടിൽ 20 വർഷത്തെ കൂടെ ഉള്ളതൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനിവേ, അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുന്നു. അപ്പം ഇത് ഒരു സ്വാഭാവികമായി തന്നെ പ്രധാനമന്ത്രി ഇന്നലെ ഒരു ആഹ്വാനം നൽകി. വെറും ആഹ്വാനം മാത്രമാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പ്രസംഗത്തിലൂടെ ജനങ്ങൾക്ക് ഒരു ആഹ്വാനം, അതായത് നമ്മുടെ മീഡിയയിൽ വന്നില്ല, സാധാരണ അദ്ദേഹം രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് പറയുന്ന രീതിയിലൊന്നും വന്നില്ല. അദ്ദേഹം 3 യോഗങ്ങളിൽ പങ്കെടുത്തു. റാലികളായിരുന്നത് 3, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളായിരുന്നത് 3. ആ 3 യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാരണം ജോലിക്കാരുടെ വിഷമം നമുക്ക് മനസ്സിലാകും. കാരണം അവർക്ക് കച്ചവടം ബാധിച്ചു. എങ്ങനെയാണ് ആ കച്ചവടം കുറഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ല, അവരുടെ വിഷമത്തിൽ നമുക്ക് അങ്ങേറ്റം ദുഃഖമുണ്ട്. കാരണം ഒരു കച്ചവടമാണല്ലോ. പക്ഷെ ജനങ്ങൾ വരാത്തതാണ്, അല്ലാതെ ജനങ്ങളെ ആരും വരണ്ടെന്ന് പറഞ്ഞതല്ല. ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്ന് പോയിട്ട് ഒരു 2 പവൻ മാല, 1 പവന്റെ മാല മേടിക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തില്ല, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ജനം അത് ഏറ്റെടുത്തു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഹീറോ ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രം കേട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജുവലറിയുടെ കച്ചവടങ്ങൾ തീർന്നു എന്ന് പറയാം, വലിയ രീതിയിൽ കുറഞ്ഞു. അത് ജനം ഏറ്റെടുത്തത് കൊണ്ടാണ്. മുമ്പ് ഈ നോട്ട് നിരോധന സമയത്ത് നമ്മളിത് കണ്ടതാണ്, കോവിഡ് കാലത്ത് നമ്മളിത് കണ്ടതാണ്. അങ്ങനെ രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നതും അത് ജനം നെഞ്ചേറ്റുന്ന ഒരു കാഴ്ച. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ സ്വർണം മേടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത് പറഞ്ഞല്ലോ, ഒരു വർഷത്തേക്ക് മേടിക്കേണ്ടതെന്ന്.
ശരി മാറ്റിവെക്കാം, ഡിപ്പോസിറ്റ് ചെയ്യാം പൈസ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചാൽ അത് ആ ജനം ആ നേതാവിന് കൊടുക്കുന്ന ഒരു വിശ്വാസതയാണത്. അപ്പോൾ അതല്ലാതെ ഇവിടെ ആരും നിർബന്ധിച്ച് വാങ്ങണ്ടെന്നോ പെട്രോൾ അടിക്കണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ പെട്രോൾ വില വർധനവ് വരാനുള്ള സാധ്യതകൾ എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പലരും പല റേറ്റാണ് കൊടുക്കുന്നത്. 5 രൂപയെങ്കിലും വർദ്ധിക്കാൻ പെട്രോളിന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ഒരു 7 രൂപയെങ്കിലും ഡീസലിന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പല മാധ്യമങ്ങളും പറയുന്നത്. അത് ഏറെക്കുറെയൊക്കെ ശരിയായിരിക്കണം. കാരണം ഇതൊരു വലിയ നഷ്ടത്തിലാണ്. എണ്ണ കമ്പനികൾ എന്തൊരു നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് ഇതിന്റെ ഉത്പാദനം കുറച്ചോളായി. കാരണം ആരും നഷ്ടത്തിൽ ഈ സാധനം എടുത്തുള്ളത് വിൽക്കത്തില്ല. അപ്പൊ അവർ കുറച്ച് അത് ഇതിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി പറയുക. പക്ഷെ അത് ജനം ഏറ്റെടുക്കാൻ എടുത്തു തുടങ്ങി. ഇന്നലെ തന്നെ IT ഫീൽഡിലുള്ള അവരുടെ ഒരു യൂണിയൻ ഉണ്ട്, ഈ നമ്മുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു യൂണിയൻ. ആ യൂണിയൻ ഇന്നലെ നമ്മുടെ വാണിജ്യ മന്ത്രിക്ക് കത്ത് എഴുതിയിരിക്കുന്നു. ദയവ് ചെയ്ത് ഇതൊരു സർക്കുലർ ആയിട്ട് ഇറക്കണം, ഞങ്ങൾക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ആണ് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം കോവിഡ് കാലത്ത് ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വലിയ മുന്നേറ്റം അതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഫോറിൻ ക്ലയൻസുമായിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ റിക്വയർമെന്റുകൾ ഞങ്ങൾക്ക് ഭംഗിയായി വീട്ടിൽ നിർവഹിക്കാൻ കഴിഞ്ഞു. ലക്ഷക്കണക്കിന് IT ജീവനക്കാരുണ്ട്, ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് ഞങ്ങൾ മുതലാളിമാരോട്ടുള്ള വഴക്കൊണ്ട് എതിർപ്പുകൊണ്ടല്ല, പല രാജ്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത്. കാരണം കോവിഡ് വന്നതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് അവരത് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റ് ചില പ്രൈവറ്റ് സെക്ടറുള്ളവർ പറഞ്ഞു ഞങ്ങൾ ഈ മെട്രോയിൽ യാത്ര ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് സമൂഹത്തിൽ നിന്ന് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇന്നലെ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഇതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് സ്കൂളുകൾ ഓൺലൈനിലേക്ക് പോവുക എന്ന കുറച്ചു നാളത്തേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഇത് നിർത്തും. പിന്നെ ഇതിനെ എതിർക്കുന്നവർക്ക് എങ്ങനെ എതിർക്കാം, എത്ര നാൾ എതിർക്കാൻ പറ്റും? ഇപ്പൊ സുറാപ്പികൾ വേണമെങ്കിൽ സ്വർണം മേടിച്ചോട്ടോ, നമുക്ക് വിരോധമൊന്നുമില്ല. അവര് പോയിട്ട് എല്ലാ ദിവസവും 10 കിലോ വെച്ച് മേടിക്കുമല്ല, ജ്വല്ലറിക്ക് മേടിക്കുന്നെങ്കിൽ നല്ല കാര്യം. കാരണം ജ്വല്ലറിക്കാർക്ക് ഒരു ഗുണമാകുന്നെങ്കിൽ നല്ല കാര്യം. ഇനി അവരൊന്ന് പെട്രോൾ എന്താ ബാരലിനകത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും, എനിക്കറിയത്തില്ല അതൊന്നും. വാങ്ങുന്നെങ്കിൽ നല്ല കാര്യം. കാരണം അവര് ഇത്രയും പേര് കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മോദി താഴെ ഇറങ്ങുമല്ലോ. ഇത്രയും മേടിച്ച് കഴിയുമ്പോൾ ഇന്ത്യ ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ഈ സുഡാപ്പികളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ രാജ്യത്തെ പെട്രോളും ഡീസലൊക്കെ വാങ്ങിച്ചു വെക്കുകയും സ്വർണം വാങ്ങിച്ചു വെക്കുകയൊക്കെ ചെയ്തെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സ്വർണത്തോട് അല്ലെങ്കിലും സുഡാപ്പികൾക്ക് പണ്ടേ ഭയങ്കര കമ്പമാണ്, അറിയാമല്ലോ. അതെ. പക്ഷെ അവർക്ക് ദേഹത്ത് നമ്മളൊക്കെ സാധാരണ കഴുത്തിലും കാതിലൊക്കെയാണ് സ്വർണം ഇടുന്നത്. പക്ഷെ അവര് സ്വർണം വെക്കുന്ന വേറൊരു സ്ഥലത്താണെന്നുള്ളതേ ഉള്ളൂ, ആരും കാണാത്തൊരു സ്ഥലത്ത്. നമ്മളത് മറ്റു ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നുണ്ടല്ലോ, നമ്മുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നു. ഇവിടെ ഒരു സത്യമായ കാര്യം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ടൂറ് പോകുന്നത്, വിവാഹം നടത്തുന്നത്, അതുപോലെ തന്നെ ഈ പാർട്ടികൾ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിദേശത്ത് പോകും. കാരണം വിദേശത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പൊ ജോലിക്ക് ദുബായിക്ക് ജോലിക്ക് ഇല്ല, ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന നിർത്തുന്നത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അമേരിക്ക ജോലിക്ക് പോകുന്ന നിർത്തുന്നത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകരം നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ എമൗണ്ട് പുറത്തു പോകുന്നുണ്ട്, ഡോളറിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ആഭ്യന്തര ടൂറിസം വികസിപ്പിക്കുന്നു. ഈ ആഭ്യന്തര ടൂറിസം വികസിച്ച കേരളം പോലെയുള്ളതും വലിയ ഡെവലപ്മെന്റ് ഉണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നവർക്ക് സുഡാപ്പിക്കാണ്. കുലിക്ക് സർബത്ത് മുതൽ ടാക്സി മുതൽ ഇവിടുത്തെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടത്തുന്നത് സുഡാപ്പികൾ തന്നെയാണ്. അവന്മാർക്കാണ് അതിന്റെ ലാഭം. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ മോദി പോകുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി അവിടെ കല്യാണം നടത്താൻ പോകുന്നതല്ല, റിസപ്ഷന് പങ്കെടുക്കാൻ പോകുന്നതല്ല, അല്ലെങ്കിൽ പുള്ളി അവിടെ ചുറ്റിത്തിരിയാൻ പോകുന്നതല്ല. 5 രാജ്യങ്ങളിൽ പോകുന്ന 5 രാജ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഈ 5 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഈ യൂറോപ്യൻ യൂണിയന്റെ കരാറിന്റെ ഭാഗമായിട്ട് നെതർലാൻഡ്സുമായിട്ട് ഫ്രീ ട്രേഡിംഗ് കരാർ നമ്മൾ ഒപ്പുവെക്കാനായിട്ടാണ് പോകുന്നത്. അതിന്റെ എല്ലാം ആയിരിക്കുന്നു. ഇന്ത്യക്കാർക്കടക്കം അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു വലിയ വിസ സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് വരാൻ വലിയൊരു ഓഫറാണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഇനിയിപ്പോ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടില്ല, മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകണം. നോർവേ അടക്കമുള്ളിടത്തേക്ക് പോകുമ്പോഴത്തേനും അപൂർവ മെറ്റൽസിന്റേതായിട്ടുള്ള ഒരു ഇത് നടക്കുന്നു. ഇറ്റലിയുമായിട്ട് നേരത്തെ തന്നെയുള്ള ബന്ധമാണ്. പിന്നെ എസ്പെഷ്യലി അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് UAE പോകുന്നതാണ്. UAE നരേന്ദ്രമോദി പോകുന്നത് വ്യക്തമായി തന്നെ തങ്ങളുടെ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞിരുന്നത്, എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്നറിയില്ല, ഇറാൻ UAE ആക്രമിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇന്ത്യ പറഞ്ഞിരുന്നു ഞങ്ങൾ UAE-ക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. ഇറാനെ തള്ളി തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ UAE-ക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. UAE-ലേക്ക് അദ്ദേഹം പോകുന്നത് ക്ലിയർ മെസ്സേജ് ആണ് കൊടുക്കുന്നത്, ഞങ്ങൾ UAE-ക്കൊപ്പമാണ് എന്ന് തന്നെ ക്ലിയർ ആയിട്ട് തന്നെയാണ് അത് പറയുന്നത്. കാരണം യുദ്ധം തീരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ ഒരു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് വലിയ താല്പര്യം ഇന്ത്യക്കില്ല. കാരണം നിലവിൽ UAE അമേരിക്കയുടെ ഈ അവരുടെ എക്യുപ്മെന്റ്സും താവളമൊക്കെ ഉണ്ടെങ്കിൽ അമേരിക്കയോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു രാജ്യം കൂടിയാണത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് അമേരിക്ക വേണ്ടത്ര സുഖത്തിലല്ല, സൗദിയായിട്ടും വലിയ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിടയിൽ ഇന്നലെ ഒരു വാർത്ത കണ്ടു, UAE ഇതിന്റെ ഇടയ്ക്ക് ഒരു ആക്രമണം ഇറാന് നേരെ നടത്തിയിരുന്നു എന്നൊരു വാർത്തയുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഏതായാലും അങ്ങനെയാണ് നരേന്ദ്രമോദി പോകുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ചുരുങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരം ഏറ്റെടുത്തതിനു ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ കാര്യം, മുമ്പ് മൻമോഹൻ സിംഗ് ഒക്കെ പോകുമ്പോൾ 45 മാധ്യമ സ്ഥാപനങ്ങളിലെ പിന്നെ റിപ്പോർട്ടേഴ്സ്
ക്യാമറാമാര്, ക്യാമറ അസിസ്റ്റന്റ് അടക്കം ഒരു പ്രത്യേക സ്പെഷ്യൽ വിമാനം പ്രധാനമന്ത്രിക്കൊപ്പം പോകുമായിരുന്നു. ഈ പോകുന്ന 150 പേർക്ക് വിദേശത്ത് പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് റൂം. 7 സ്റ്റാർ ഹോട്ടലിൽ തിന്നും കുടിച്ചും പെടുത്തും കിടന്നവരാണ്. ഇന്ന് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ദൂരദർശന്റെ ഒരു ടീം കയറിപ്പോവും, ഇല്ലെങ്കിൽ ANAയുടെ ഒരു ടീം കയറിപ്പോവും. അവർ വിഷ്വൽ കൊടുക്കും, വേണേ കൊടുക്കും, വേണ്ടേ കൊടുക്കണ്ട. കാരണം ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗമോ വിഷ്വൽസോ കൊടുത്തില്ലെങ്കിൽ പോലും ഒരു കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. അതുവഴി കൃത്യമായി ജനം അറിയുന്നുണ്ട്. ഇപ്പൊ ഈ ജനം അറിയുന്ന വാർത്തയൊക്കെ ഈ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയാണോ? നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയൊന്നും അല്ല ജനം അറിയുന്നത്. മാധ്യമങ്ങൾ കൊടുക്കാത്ത വാർത്തയാണ് പലതും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് മുഖ്യധാര ചാനലുകൾ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് എത്രയോ വാർത്ത, നമ്മൾ കൊടുത്ത വാർത്തകൾ പിന്നീട് എത്രയോ സമയം കഴിഞ്ഞിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യം. ഏതായാലും രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ലോകത്തെ ചില രാജ്യങ്ങളൊക്കെ എണ്ണ തീർന്നു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ഒരു സമയമായിരിക്കും. ഇതാരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല, സ്വയം തീരുമാനമെടുക്കുക. ഇപ്പോൾ സ്വർണ്ണക്കടയിലേക്ക് ജനം പോകാതിരിക്കുന്ന അവർ സ്വയം എടുത്തൊരു തീരുമാനമാണ്. ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്നു, എന്റെ രാജ്യം ആവശ്യപ്പെടുന്നു എന്നോട് 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്ന്, എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യുന്നു എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബോധം എനിക്കുള്ളൂ. അപ്പൊ ഞാൻ പോകാതിരിക്കുന്നതാണ്. അപ്പോൾ എണ്ണ ഉപയോഗം ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് പെട്രോൾ കളയുന്ന ഒരു ബോധം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി അവിടെ ഇടും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ദേശീയ ബോധം ഇപ്പൊ ഈ രാജ്യത്തുണ്ട്. ആ ദേശീയ ബോധം ഉള്ളത് കൊണ്ടാണല്ലോ അവർ 22 സംസ്ഥാനം ഭരിക്കുന്നതും ഇപ്പം. അപ്പൊ ആ ദേശീയ ബോധം ഉള്ളിടത്തോളം കാലം അത് തടയിടാൻ പറ്റുന്നത്. പിന്നെ സുഡാപ്പികളെ സ്വർണം മേടിക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നു. സ്വർണം മേടിക്കുക, പിന്നെ കാതിലും കഴുത്തിലും ഒക്കെ ഇടണം, ആവശ്യമില്ലാത്തടത്തൊന്നും വെക്കരുത്. അപ്പം ഇത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്രോൾ ഡീസലും വാങ്ങിക്കോട്ടെ, നല്ല കാര്യമാണ്. എത്രത്തോളം വാങ്ങി സൂക്ഷിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്യാം. ഇതിനകത്ത് ആരും തടസ്സമൊന്നുമില്ല. പിന്നെ ഹോട്ടലുകാരൊക്കെ നന്നായിട്ട് ചാർജ് കൂട്ടുന്നുണ്ട്. ചായക്ക് 15 രൂപയുണ്ട്. ഞാനൊക്കെ മിക്കവാറും ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ചായക്ക് അതുണ്ട്, എല്ലാത്തിനും നല്ല റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ധനുഷ് പറയാൻ ശരിയാ, തോന്നുമ്പോഴാണ്. ഇതൊന്നും ചോദിക്കാൻ ആളില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയോട് പ്രേക്ഷകരോട് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കേരളത്തിൽ മദ്യത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. ഓൾഡ് മങ്ക് അടക്കമുള്ള മദ്യങ്ങൾക്ക് വലിയ രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. ഞാനും പലപ്പോഴും രണ്ടെണ്ണം അടിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പ്രത്യേകം നോക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയത്തില്ല, അറിഞ്ഞു. എല്ലാത്തിനും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻജോയ് ചെയ്യുക. ഈ ദുഃഖമൊക്കെ മാറ്റാൻ വേണ്ടി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ട് അത് കരുതുക. കാരണം ഇപ്പൊ ഈ പെട്രോൾ വില കൂടുന്നുള്ള ടെൻഷൻ വേണ്ട, സ്വർണം മേടിക്കാൻ കഴിയുന്ന ടെൻഷൻ വേണ്ട. ടെൻഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. സർക്കാർ അതിനും ഇത് ചെയ്തിട്ടുണ്ട്. അധികാരത്തിൽ കയറിയിട്ടില്ല. ഓക്കെ.